ഇത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ മാങ്കുളം പഞ്ചായത്തിലെ വിരിഞ്ഞപാറ എന്ന പ്രദേശത്തുള്ള ഒരു ലൊക്കേഷനാണ്. വിരിഞ്ഞപാറയിൽ ഇവിടെ ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു കുളമുണ്ട്. ഈ കുളത്തിൽ വെയിലാകുമ്പോഴത്തേക്ക് ഇവിടെ മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരു കുളമാണിത്. ഇതിനകത്ത് നിറച്ച് വെള്ളമാണ് കേട്ടോ. ഇപ്പോൾ ഈ നടക്കുന്ന ഈ പ്ലേസൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലങ്ങളിൽ ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചിരുന്ന പ്ലേസാണ്. അപ്പോൾ പിള്ളേരാരും ഇവിടെ ക്രിക്കറ്റ് കളിയും പരിപാടിയൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. ഇതാണ് വിരിഞ്ഞപാറയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്ന സംഭവം. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ഒരു സംഭവമുണ്ട്. അതാണ് വിരിഞ്ഞപാറയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. വിരിഞ്ഞപാറ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പാറ ഇങ്ങനെ വിരിഞ്ഞ് കിടക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ മുകളോട്ട് ഇങ്ങനെ വിരിഞ്ഞ് കിടക്കും. അതുകൊണ്ടായിരിക്കും വിരിഞ്ഞപാറ എന്ന ഈ സ്ഥലത്തിന് പേര് വരാനേ. നല്ല വൈബുള്ള പ്ലേസാണ്. ഇത് നമ്മുടെ വീടല്ലേ. ഇതാണ് മുനിയറ. ഇത് മുനിയറ എന്ന് പറഞ്ഞാൽ പണ്ട് മുനിമാര് വലിയ പാറകൾ എന്ന് പറഞ്ഞാൽ നല്ല വലിയ പാറകൾ തന്നെയാണ്. ഇത് വലിയ പാറകൾ കീറി ഇങ്ങനെ സ്ക്വയറായിട്ട് വെച്ച് ഇതിനകത്ത് മുനിമാരെ സംസ്കരിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇത് വലിയ പാറയാണ്. ഇങ്ങനെ വണ്ണുകൊണ്ടാണ്. ഇറങ്ങി വരാം. ഞങ്ങളിവിടെ വരുമ്പോൾ ഉച്ച കഴിഞ്ഞാണ് ഇവിടെ എത്തിയത്. അപ്പം സൂര്യൻ അസ്തമിച്ച് വരുന്ന ഒരു ടൈമായിരുന്നു. അതിന് അത്യാവശ്യം വെയിലുണ്ട്. നമ്മൾ ആദ്യം കണ്ട ഒരു മുനിയറയെ പോലെ ഒരു 10-15 മുനിയറകൾ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഈ മുനിയറ ഇപ്പോൾ തകർന്നു കിടക്കുകയാണ്. ഇത് തകർന്നതാണോ തകർക്കപ്പെട്ടതാണോ എന്നറിയത്തില്ല. ഇതുപോലെ ഇപ്പം നിലവിൽ എത്ര മുനിയറ ഉണ്ടെന്ന് എനിക്കിപ്പോൾ അറിയില്ല. നേരത്തെ ഒരു 10-15 ഉണ്ടായിരുന്നതാണ് ഇവിടെ. ഇത് വിരിഞ്ഞപാറയിലുള്ള ഒരു അമ്പലമാണ്. ഇതൊരു ശിവപ്രതിഷ്ഠയാണിത്. ഈ മുനിയറയോട് ചേർന്നാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് മൂന്നാമത്തെ മുനിയറയാണ് കാണുന്നത്. മുനിമാര് ഇവിടെ സംസ്കരിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഇനി കറക്റ്റായിട്ട് അതിനെപ്പറ്റി അറിയില്ല. എങ്കിൽ പോലും ഇതിനകത്ത് തപസ്സിരുന്നു എന്നൊക്കെ ഐതിഹ്യമുണ്ട്. അങ്ങനെയാണ് ഈ മുനിയറയുടെ ഐതിഹ്യവും കാര്യങ്ങളും. ഇതിപ്പോൾ ഇടുക്കി ജില്ലയിലെ മാങ്കുളത്ത് വിരിഞ്ഞപാറ എന്ന പ്രദേശത്തുള്ള മുനിയറകളാണ്. ഇത് നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെ മറയൂര് പൈസ്നഗർ മുനിയറകളുണ്ട് ഇതുപോലെ. പിന്നെ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതിനെ പറ്റി എനിക്ക് കറക്റ്റായിട്ട് ധാരണയില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക.
ഇത് നമ്മുടെ വിരിഞ്ഞവാറ അമ്മയുടെ അമ്പലമാണ് ഈ കാണുന്നത്. അതിനെ വരുന്നില്ല വെള്ളം കുടിക്കല്ലേ? ദാഹിക്കുന്നുണ്ടോ? അയ്യോ വെള്ളം കൊണ്ടൊന്നുമില്ലല്ലോ ഞാൻ. എടാ വീടല്ലേ, സൂക്ഷിച്ച് നടക്കണേ. നമുക്ക് പോവാം. നമുക്ക് പോകുന്ന സമയം ഇവിടെ നിറയെ ആനശല്യമുള്ള ഒരു ആന ഒത്തിരി വരുന്ന ഒരു ഏരിയ കേട്ടോ. ഇവിടെ ആന വന്ന് ആനപ്പിണ്ട ഇട്ടേക്കുന്ന ഇതുണ്ടോ, ആന പിണ്ട ഇട്ട് വെച്ച് പോയേക്കുന്ന കേട്ടോ. ഇതുണ്ടോ ഇത് മണ്ണര ഇതുണ്ടോ, ഇത് മൊത്തം മറ്റേ ഈറ്റയുടെ ഇലയും പച്ചിലയും എല്ലാം കൂടെ തിന്നിട്ട് സംഭവം സെറ്റാക്കി ഇട്ടേക്കുന്നത്. അടിപൊളി സാധനം, തീ കത്തിക്കാൻ സൂപ്പർ സാധനമായി. ഉണങ്ങിക്കഴിഞ്ഞു. നമ്മൾ കയറി വരുന്ന വഴിക്ക് ഒരു സംഭവം കണ്ടോ കേട്ടോ. അതായത് മുള്ളംപന്നിയുടെ പീലി ഇവിടെ മുള്ളംപന്നി വന്ന് പീലി കുതറിയിട്ടിട്ട് പോയതാന്ന് തോന്നുന്നു. ചെയ്യാൻ പറ്റൂ. ഇത് മുള്ളംപന്നിയുടെ പീലിയാട്ടോ വെച്ചു. ഇവന് കൊടുത്താലോ? നീ എടുത്തോ, നീ അത് വെച്ച്. എൻ്റെ അമ്പോ അപ്പോ അയ്യോ ഇതാ ഏറ്റവുള്ളൂ ആ പാറ. നീ മോളിൽ കയറിയിട്ട് ആ പാറ എടുക്കണോ? എൻ്റെ അമ്പോ എൻ്റെ അപ്പോ എൻ്റെ അയ്യോ എൻ്റെ അമ്പോ. നല്ല ചുവപ്പ് അടിപൊളിയല്ലേ? അതെന്നാ കേറ് കേറ് നീ പിടിക്കട്ടെ. അയ്യോ വണ്ടി കേറട്ടെ. ഏലയ്യ കേറട്ടെ ഏലയ്യ കേറട്ടെ ഏലയ്യ കേറട്ടെ തള്ളി പോട്ടെ. ആ കേറട്ടെ. ആ പോട്ടെ. ആ അങ്ങനെ നമ്മൾ ആ വിരിഞ്ഞവാറയുടെ ടോപ്പിൽ വന്നിട്ടുണ്ട്. ടോപ്പിൽ നമ്മൾ ഒരു കുരിശടി ഉണ്ട്. അതായത് നമ്മുടെ മാങ്കുളം ഫൊറാന ചർച്ചിൻ്റെ 40-ാം വെള്ളിയാഴ്ച കയറുന്ന ഒരു കുരിശുമലയാണിത്. ഇവിടെ ഒരു കുരിശ് ഉണ്ടായിരുന്നു. അത് ഇവിടെ നല്ല ആനശല്യം ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ. അങ്ങനെ ആനശല്യം ഉണ്ടായിരുന്ന സമയത്ത് ആന തകർത്ത കുരിശാണ് ഇത്. തകർത്തിട്ട് പൊത്തിയ നാളായില്ല എന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ വിരിഞ്ഞവാറ ടോപ്പിൽ നിന്നുള്ള വ്യൂ. ഇങ്ങനെ വിരിഞ്ഞാറ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഏറെക്കുറെ നമുക്ക് താഴെയുള്ള ആനക്കുളം, 50-ാം മൈല്, മാങ്കുളം,
6-ാം മൈൽ ഭാഗങ്ങളൊക്കെ പൂർണ്ണമായിട്ട് കാണാൻ പറ്റും. നല്ല പൂർണ്ണമായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.